കേന്ദ്രത്തിന് പകപോക്കൽ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യമായ ഘട്ടങ്ങളിൽ കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. എന്നാൽ കേരളം LDF ഭരണത്തിൽ മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നും കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന അഭിമാന നേട്ടം കൈവരിച്ചത് LDF ഭരണമായതുകൊണ്ട് മാത്രമെന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. അതെല്ലാം നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്ന പണമാണ്. വലിയ തോതിൽ രാജ്യം കേരളത്തെ അംഗീകരിക്കുന്നു ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമെന്ന്. അതിന് ഇടയാക്കുന്നത് ഇതുപോലുള്ള പാവങ്ങളെ, സാധാരണക്കാരെ കണക്കിലെടുത്തുകൊണ്ടുള്ള നമ്മുടെ നാടിൻ്റെ നടപടികളാണ്. 2025 നവംബർ 1 നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് ലോകം ആശ്ചര്യപ്പെട്ടു നോക്കുമാറുള്ള ആ പ്രഖ്യാപനം, കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രാജ്യത്തിന് മുന്നിൽ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന സംഭാവനകൾ നമ്മുടെ സംസ്ഥാനം നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ സഹായം വേണ്ട ഘട്ടത്തിൽ നൽകാൻ കേന്ദ്രഭരണം തയ്യാറായിട്ടില്ല എന്ന ദുരവസ്ഥയിൽ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ടത്. തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി. നമ്മളെ സഹായിക്കാൻ ബാധ്യത കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നു. പക്ഷേ അർഹമായ സഹായം ലഭിക്കാത്തൊരു നാടായി നമ്മുടെ നാട് മാറി. ഇത്തരമൊരു പദ്ധതി നമ്മൾ കേരളം നടപ്പാക്കിയതാണെങ്കിലും അത് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയായി മാറിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളോട് കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുക കൂടി ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിനിധി, കോഴിക്കോട് കോർപ്പറേഷൻ LDFന്റെ തെരഞ്ഞെടുപ്പായി കോഴിക്കോട് കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചത്. ചേർത്ത് നിർത്തേണ്ട ഘട്ടത്തിൽ കേരളത്തെ ചേർത്ത് നിർത്താൻ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അത് ഈ പറയുന്ന പ്രളയത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും മുണ്ടക്കൈ, ചൂരൽമല പ്രകൃതി ദുരന്തത്തിന്റെ സമയങ്ങളിലാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന നിലപാടല്ല കേരളത്തോട് കേന്ദ്രം സ്വീകരിച്ചത്. കേരളത്തോട് ഒരു പകപോക്കൽ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ശ്രീനിധി സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ നടപ്പാക്കി വരുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചത്. LDFന്റെ തുടർ ഭരണമാണ് കേരളത്തെ ഇത്തരത്തിൽ അഭൂതപൂർവമായ വികസനത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലും അത്തരത്തിലുള്ള തുടർ ഭരണമാണ് ഉണ്ടാകേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷൻ വലിയ വികസന മുന്നേറ്റമാണ് കഴിഞ്ഞ കാലയളവുകളിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ വിജയം കോഴിക്കോട് ജില്ലയിലും LDFന് ഉണ്ടാക്കി തരണം. അതിനുള്ള അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിയത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ സംസാരിച്ചു. ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.